നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്തതിനെ തുടർന്ന് 6 ദിവസമായി അബോധാവസ്ഥയിലായിരുന്ന യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. മലയൻകീഴ് മച്ചേൽ അമ്പത്തറയ്ക്കൽ കുണ്ടൂർക്കോണം ശരത് ഭവനിൽ ശരത്തിന്റെ ഭാര്യ കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് കൃഷ്ണയുടെ മരണകാരണമെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിലായിരുന്ന കൃഷ്ണ തങ്കപ്പൻ ഞായറാഴ്ച രാവിലെയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയപ്പോൾ ആശുപത്രി അധികൃതരുടെ വീഴ്ച മറച്ചുവെക്കാൻ ചികിത്സാ രേഖകൾ തിരുത്തിയെന്നാരോപിച്ച് ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടം നടപടികൾ തടഞ്ഞു. തുടർന്ന് സബ് കളക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് ആശുപത്രിയിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ചു. മെഡിക്കൽ ബോർഡ് ചേർന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്ന ഉറപ്പിന്മേലാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പിന്നീട് മൃതദേഹവുമായി കോൺഗ്രസ് BJP പ്രവർത്തകർ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. വൃക്കയിൽ കല്ലുണ്ടായതിനെ തുടർന്നുള്ള വയറുവേദനയുമായാണ് കൃഷ്ണ തങ്കപ്പനെ കഴിഞ്ഞ 16-ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. സർജറി വിഭാഗത്തിലെ ഡോക്ടർ വിനുവാണ് കൃഷ്ണയെ വാർഡിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെ കുത്തിവയ്പ് നൽകി. തുടർന്ന് കൃഷ്ണയ്ക്ക് ശ്വാസമുട്ട അനുഭവപ്പെടുകയും ശരീരത്തിന്റെ നിറം മാറുകയും ചെയ്തു. ആശുപത്രി അധികൃതർ ആംബുലൻസിൽ കൃഷ്ണയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃഷ്ണയ്ക്ക് അലർജിയും ആസ്മയ്ക്ക് ഇൻഹേലർ ഉപയോഗിക്കുന്നുണ്ടെന്നും ഡോക്ടറോട് പറഞ്ഞിരുന്നു. എന്നാൽ അലർജി ടെസ്റ്റ് നടത്താതെയാണ് കൃഷ്ണയ്ക്ക് കുത്തിവയ്പ് നൽകിയെന്നാണ് ബന്ധുക്കളുടെ പരാതി. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കളോട് വ്യക്തമാക്കിയത് ഡ്രഗ് അലർജി എന്നാണ്. കഴിഞ്ഞ 6 ദിവസവും ICUവിൽ നിന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. ഡോക്ടർ വിനുവിനെതിരെ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. കൃഷ്ണയുടെ ഭർത്താവ് ശരത് വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇവർക്ക് 3 വയസ്സുള്ള ഋതിക ശരത് എന്ന മകളുണ്ട്. തങ്കപ്പന്റെയും സിന്ധുവിന്റെയും മകളാണ് കൃഷ്ണ. വിഷ്ണു, ജിഷ്ണു എന്നിവർ സഹോദരങ്ങളാണ്. ഞായറാഴ്ച രാത്രി 12 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി.